ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പിന്നീട് ശരത്തിനോടും അതുപോലെ തന്നെ ആരതിയോടും ആ ഗുണ്ടകൾ വിളിച്ച് പറയുന്നുണ്ട്, സർ ഒരു അബദ്ധം പറ്റി, അവൻ ജസ്റ്റ് ഒന്ന് മിസ്സായി, മാത്രമല്ല അവൻ രക്ഷിക്കാൻ മറ്റൊരാൾ വന്നു എന്ന് പറയുന്നു. എന്തൊക്കെയാണോ പറയുന്നത്, ആരാണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ അയാൾ ആരാന്നൊന്നും അറിയില്ല, ആ സമയത്ത് അവിടേക്ക് വന്നു, അങ്ങനെ വിവേകിനെ രക്ഷിച്ചു. പിന്നെ സർ, ഇനിയൊരു അവസരം കിട്ടിയാൽ എന്തായാലും മര്യാദയ്ക്ക് വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ശരത്ത്. ആ സമയത്ത് ആരതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശരത്തേട്ടാ, എന്ത് ചെയ്യാൻ, ആകെ പാളിപ്പോയി, ഇനി നമ്മൾ എന്ത് ചെയ്യും, ആകെ ടെൻഷനായി. കാരണം ഇനി മനസ്സിലാവും വിവേകിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. പെട്ടെന്ന് ഒരു ദിവസം തന്നെ വിവേകിന് തീർക്കാനുള്ള പരിപാടിയായിരുന്നു, അത് നടന്നില്ല. അതിനുശേഷം വിവേക് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ, ഒരു വർഷയുടെ അടുത്തിരിക്കുന്നുണ്ട്. ഭയങ്കര ക്ഷീണിതനായിട്ടാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് എന്ത് പറ്റി വിവേക് എന്ന് ശിവ ചോദിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറയുന്നു. പെട്ടെന്ന് അഞ്ചു പോയിട്ട് വിവേകിന് കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറയുമെന്ന് പറയുന്നു. എന്നെ കുറച്ച് ആൾക്കാർ ഒന്ന് അപകടപ്പെടുത്താനായിട്ട് നോക്കിയെന്ന് പറയുന്നുണ്ട്. ആരായിരിക്കും അവർ എന്ന് പറയുന്നുണ്ട്. അറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ല, പക്ഷേ ഇത് വർഷയുടെ ശത്രുക്കളായിരിക്കാനാണ് സാധ്യത. അപ്പം ആ മയക്കുമരുന്ന് ലോബികളായിരിക്കും എന്ന രീതിയിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ അതിനായിരിക്കും. പിന്നെ അപ്പോൾ എന്നെ രക്ഷിക്കാൻ ഒരാളവിടെ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. ആരാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീനാഥാണ് എന്നെ രക്ഷിക്കാനായിട്ട് വന്നതെന്ന് പറയുന്നു. ശ്രീയോ എങ്ങനെ ശ്രീ അവിടെ എത്തിയത്, അതൊന്നും അറിയില്ല, ആ സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും വിവേകിനോട് ദേഷ്യമൊന്നുമില്ല, അല്ലെങ്കിൽ വിവേകിനെ രക്ഷിക്കൊന്നുമില്ലല്ലോ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ശ്രീ കുറേ മാറി തുടങ്ങിയെന്ന് പറയുന്നു. പിന്നെ അപ്പോൾ ശ്രീനാഥിനോട് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞു, പക്ഷേ ശ്രീനാഥ് അതിനെ വരാൻ സമ്മതിക്കുന്നൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും വന്നോളും. പിന്നെ ഇപ്പോൾ വിവേകിന് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇല്ല, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് വിവേകിൻ്റെ ഫോണിലേക്ക് മമ്മി വിളിക്കുന്നുണ്ട്. വസുന്ധര ആൻറ്റി വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയത്ത് ആൻറ്റി ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും ഇവർക്കെല്ലാം തന്നെ നിറയെ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നതെന്നൊക്കെ പറയുന്നു. അങ്ങനെ ശിവ ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്ത് പറയുന്നു? അമ്മ ഒരാഴ്ചത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തും. വർഷയുടെ വിവരങ്ങൾ അന്വേഷിച്ചു, നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു, അവിടെ എല്ലാവരും ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് അറിയിച്ചു. ആർക്കും ഒരു ദേഷ്യമൊന്നുമില്ല, പെട്ടെന്ന് വർഷ സുഖപ്പെട്ട് വരുമെന്ന് തന്നെയാണ് അവരൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുന്നു. നിങ്ങൾക്കൊക്കെ ഗിഫ്റ്റുമായിട്ടാണ് ആൻറ്റി വരുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആൻറ്റി വരുന്നുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ എല്ലാവരുടെ മനസ്സിലും ഒരു നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കാരണം വസുന്ധര ആൻറ്റിയെക്കുറിച്ച് അറിയാലോ, എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റിയാണ് ആൻറ്റി തരാറ്. അതിന് ശേഷം തന്നെ ആൻറ്റി വർഷയെ കാണാൻ വരില്ലേ വിവേക് എന്ന് പറയുന്നു. പിന്നെ അല്ലാതെ തീർച്ചയായും ഇവളെ കാണാനല്ലേ വരുന്നത്. അങ്ങനെ അമ്മയ്ക്ക് എന്താ ഇവളോട് പരാതിയും പരിഭവം എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. എന്തായാലും ഞാൻ നമ്മുടെ നിരഞ്ജനെ ഒന്ന് പോയി കാണട്ടെ, എന്നിട്ട് വിവരങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ നിരഞ്ജനയോട് കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ വിവേക് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഗുണ്ടകൾ ചേർന്ന് എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ ശ്രീനാഥ് അവിടെ വന്നതോടുകൂടി തന്നെ ഞാൻ രക്ഷപ്പെട്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു കേട്ടോ. എന്തായാലും വിവേകിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു ഭാഗത്ത് CCTV ഇല്ല. അത് കണ്ടിട്ട് തന്നെയാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷേ അതിൻ്റെ മുന്നോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ CCTV ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാറിൻ്റെ നമ്പറും കാറും വിവേകിന് നന്നായിട്ട് അറിയാലോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ തുടക്കം അവിടെ തന്നെ ആവട്ടെ. ഇത് മയക്കുമരുന്ന് ലോബികൾ തന്നെ ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരുടെ ഗുണ്ടകളായിരിക്കും. അത് വർഷയുടെ അടുത്തേക്ക് വരുന്നതിന് പകരം എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് നിരഞ്ജന അതിനൊരു മറുപടി പറയുന്നുണ്ട്. കാരണം വിവേക് അതിനടുത്ത് എത്താനായിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി, ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ തന്നെയാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റണ്ടേ, ഇവരുടെ കുഴി ഇവർ തന്നെ തോണ്ടിയതല്ലേ ഇപ്പോൾ, കണ്ടോ. എത്രയും പെട്ടെന്ന് നമുക്കതിലേക്ക് എത്താനുള്ളൊരു സോഴ്സാണ് അവിടെ തുറന്നു കിട്ടിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് അന്വേഷിക്കും, ആ ഗുണ്ടകളെ നമ്മൾ പൊക്കിയിരിക്കും എന്ന രീതിയിൽ തന്നെ നിരഞ്ജന വിവേകിനോട് പറയുന്നുണ്ട്. ഇനി വർഷയ്ക്ക് വല്ല ടെൻഷനും ഉണ്ട് എനിക്ക്, വർഷയെ അപകടപ്പെടുത്താനായിട്ട് ശ്രമിക്കുമെന്ന് ചോദിക്കുന്നു. ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം വർഷയെ ധൈര്യമായിട്ട് ഒരു കുഴപ്പമില്ലാതെ തന്നെ വർഷ അവിടെ ഉണ്ടാവും. കാരണം വർഷയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അതിന് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറയുന്നു കേട്ടോ നിരഞ്ജന. ആ ഉറപ്പിൽ വിവേകിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ വിവേക് പൊയ്ക്കോളൂ എന്ന് പറയുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലും വർഷയുടെ അടുത്തേക്ക് അവിടെ കാവേരിയുണ്ട്. പെട്ടെന്ന് ശ്രീനാഥ് വരുന്നുണ്ട് കേട്ടോ. ശ്രീനാഥ് വരുന്നപ്പോൾ നമ്മുടെ കാവേരി അവിടെ ഇരിക്കുന്ന സമയത്ത് അഞ്ച് പറയുന്നുണ്ട്, ഇത്
ഫിസിയോതെറാപ്പിസ്റ്റാണ്, വർഷയെ നോക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ശ്രീനാഥിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ശിവയും എല്ലാവരും വിവേകിനെ രക്ഷിച്ചല്ലോ. എന്തിനാണ് വിവേകിനെ ഇങ്ങനെ ആളുകൾ തല്ലാനായിട്ട് ശ്രമിച്ചത്? എന്തായാലും ശ്രീനാഥ് ആ തക്ക സമയത്ത് വന്നപ്പോൾ വിവേക് രക്ഷപ്പെട്ടല്ലോ. വേറൊരാൾക്കും അടികൊള്ളുകയാണെങ്കിലും ഞാൻ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എൻ്റെ കൺമുന്നിലാണെങ്കിൽ. അത് വിവേക് ആയതുകൊണ്ട് മാത്രമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വിവേകിന് ഏതാ ശത്രുക്കളെന്ന് പറയുന്നു. അത് വർഷയുടെ ശത്രുക്കളാവാനാ വഴി. വർഷയുടെ ശത്രുക്കളോ മനസ്സിലായില്ല എന്ന് പറയുന്നു. വർഷയ്ക്ക് മരുന്ന് കൊടുക്കുന്ന ആളുകളായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവളെ തിരഞ്ഞിട്ടായിരിക്കാം വിവേകിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇവൾ ഫുഡ് ഡെലിവറിക്ക് പോണ സമയത്താണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. അതോടുകൂടി തന്നെ അത് പോലീസിൽ അറിയിക്കുകയും വർഷയാണ് ഇതിൻ്റെ പുറകിലെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേന് കാവേരി അവിടെ നിൽക്കുന്നുണ്ട്. ഓ ഇവനാണല്ലേ അപ്പോൾ വിവേകിനെ രക്ഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ശ്രീനാഥ് തന്നെയായിരുന്നില്ലേ എന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശ്രീനാഥ് പറയുന്നുണ്ട്, എന്തായാലും വർഷയുടെ അടുത്തേക്ക് ഒരു മനുഷ്യനും എത്തില്ല, അത് ഞാൻ ഉറപ്പ് തരുന്നു. ഇവളുടെ അടുത്തേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവസാനമായിരിക്കുമെന്ന് ശ്രീനാഥ് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന നമ്മുടെ ആരതിക്കൊരു ടെൻഷൻ പോലെ ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് തന്നെ പിടിക്കപ്പെടൂ എന്നൊക്കെ രീതിയിൽ. അതിനുശേഷം തന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആരതി പോകുന്നുണ്ട്. പിന്നെ അവിടെ ശ്രീനാഥിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് ശ്രീനാഥ് വർഷയോട്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തൻ്റെ ഫോണിലുള്ള ഒരു വീഡിയോ എടുത്തിട്ട് ഓണാക്കുന്നുണ്ട് കേട്ടോ. അത് മറ്റൊന്നും ആയിരുന്നില്ല, വർഷ ഒരു പാട്ട് പാടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്രീനാഥിന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീയേട്ട ഇത് വർഷ പാടിയതാണല്ലോ എന്ന് അഞ്ചു പറയുന്നുണ്ട്. അതെ, വർഷ പാടിയത്. വർഷ എപ്പോഴത് പാടിയതെന്ന് ചോദിക്കുന്നു. അന്ന് വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ മരുന്ന് കഴിക്കില്ലായിരുന്നല്ലോ, ആ സമയത്താണ് വർഷ ഇങ്ങനെ പാടി തന്നത്. അങ്ങനെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് പാടി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മരുന്ന് കഴിച്ചോളാമെന്ന്. അവൾ യാതൊരു മടിയില്ലാതെ അവൾ പാടുകയായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മരുന്ന് കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനത് വെറുതെ പറഞ്ഞതാണ്. അവൾ നന്നായിട്ട് പാടുമായിരുന്നു. അന്ന് വയനാട് വെച്ചിട്ടൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് പാടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. വീഡിയോ ഓണാക്കുന്നത് അവൾ കണ്ടും ചെയ്തു. അപ്പോൾ അവൾക്ക് മടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിൽ പോലും എനിക്ക് വേണ്ടിയിട്ട് അവൾ ആ പാട്ട് പാടുകയാണ് ചെയ്തതെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഈ പാട്ട് നമുക്ക് വർഷയെ ഒന്ന് കേൾപ്പിച്ചു കൊടുത്താലോ എന്ന് പറയുന്നുണ്ട്. അവളതൊന്ന് കാണട്ടെ, ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായാലോ എന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്ത് അഭി ചെന്നിട്ട് ആ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ വർഷയുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോളാനായിട്ട് പറയുന്നു. കണ്ടോ, മരുന്ന് കഴിക്കാതിരുന്നപ്പോൾ നീ ശ്രീയേട്ടന് വേണ്ടിയിട്ട് പാടിക്കൊടുത്ത പാട്ടും വീഡിയോ ഒക്കെയാണ്, നീ അത് നോക്ക്, എന്ത് രസമായിട്ടാണ് നീ നിൽക്കുന്നതെന്ന്, എത്ര സുന്ദരിയായിരുന്നു നീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഭി പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും വർഷയ്ക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാവണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.